ഹലോ വെൽക്കം ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഫിസിക്സ് ഒന്നാമത്തെ പാഠത്തിൻ്റെ ലെറ്റസ് അസസിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. നമുക്കറിയാം അല്ലേ, ഫിസിക്സ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതെല്ലാം. അതേപോലത്തെ ഏറെക്കുറെ മോഡലിലൊക്കെ തന്നെയായിരിക്കും നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് നമുക്ക് വരിക. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കണം. നമുക്ക് തുടങ്ങാം. എന്നാലേ ഫിസിക്സ് ഒന്നാമത്തെ ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ ആയതല്ലേ? മനസ്സിലായില്ലേ? ഇനി ഫിസിക്സ് ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ഫിസിക്സിന് സെപ്പറേറ്റ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമുക്കിപ്പോൾ ലെറ്റസ് അസസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാണ്, റേ ഡയഗ്രാം ഷോയിങ് ദ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ മീഡിയംസ് എ ആൻഡ് ബി ഈസ് ഗിവൻ. ഇവിടെ അവർ രണ്ട് മീഡിയങ്ങൾ കൊടുത്തിട്ടുണ്ട്, കാണാനില്ലേ? ആ രണ്ട് മീഡിയത്തിലൂടെ ലൈറ്റ് എങ്ങനെയാണ് പോകുന്നത് എന്ന് അവർ ഫിഗർ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പോകുന്നത്? ദേ എ എന്ന് പറഞ്ഞ മീഡിയത്തിൽ നിന്ന് ലൈറ്റ് ബിയിലോട്ട് പോവാണ്. ഇനി എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്? ഇൻ വിച്ച് മീഡിയം വിൽ ദി സ്പീഡ് ഓഫ് ലൈറ്റ് ബി ലെസ്, എ ഓർ ബി? എ എന്ന് പറയുന്ന മീഡിയത്തിലൂടെ ലൈറ്റ് പോയപ്പോഴാണോ, ബി എന്ന് പറയുന്ന മീഡിയത്തിലൂടെ ലൈറ്റ് പോയപ്പോഴാണോ ലൈറ്റിൻ്റെ സ്പീഡ് കുറഞ്ഞത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? നമ്മൾ വേഗം എന്ത് ചെയ്യണം? അവർ തന്നിരിക്കുന്ന ഫിഗർ നോക്കണം. നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി എയിൽ നിന്ന് എങ്ങനെയാണ് ലൈറ്റ് കടന്നു പോയത്. ശരിക്കും ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? ഇല്ല അല്ലേ, നേരെ പോണായിരുന്നു. ഇതാണ് കറക്റ്റായിട്ടുള്ള വഴി. പക്ഷെ ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് ലൈറ്റിനൊരു ചെരിവ് വന്നു. ഓക്കെ, നമ്മുടെ നോർമൽ എവിടെയാണ്? നോർമൽ ഇങ്ങനെയല്ലേ വരിക? യെസ്. അപ്പോൾ ലൈറ്റ് ശരിക്കും പോകേണ്ടത് ദേ ഇവിടെയാണ്. അവിടെ നിന്ന് ലൈറ്റ് എന്താ ചെയ്തേ? നോർമലിൻ്റെ അടുത്തോട്ട് വരില്ലേ ചെയ്തത്? സോ നോർമലിൻ്റെ അടുത്തോട്ടാണ് ലൈറ്റ് വന്നത്. അതിനർത്ഥം എന്താണ്? നമ്മുടെ ലൈറ്റ് വന്നിരിക്കുന്നത് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ടാണ്. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് വരുമ്പം ലൈറ്റ് നോർമലിൻ്റെ അടുത്തോട്ട് പോവും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഡെൻസർ മീഡിയം, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയമാണ് ഈ പറഞ്ഞ ബി. ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. എവിടെ? ബി എന്ന് പറയുന്ന മീഡിയത്തിൽ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ എന്താ സംഭവിക്കുക? സ്പീഡ് ഓഫ് ലൈറ്റിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. പഠിച്ചതല്ലേ? സോ ഇവിടെ ബി എന്ന് പറയുന്ന മീഡിയത്തിലൂടെ ലൈറ്റ് പോകുമ്പോഴായിരിക്കും സ്പീഡ് കുറയുക എന്ന് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? യെസ്. അപ്പം നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വിൽ ബി ദി ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം? ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ഇതിലേതാണ്? എ ആണോ ബി ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അതാണ് ഈ പറഞ്ഞ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ബി. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞേ? എ ആണോ ബി ആണോ ഒപ്റ്റിക്കലി ഡെൻസർ? ഞാൻ ഒന്നാമത്തെ എ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ ആൻസർ ഇല്ലേ, അത് തന്നെയാണ് ഇവിടെയും നമ്മൾ എഴുതേണ്ടത്. എന്താ പറയുക? ബി ആണ് ഇവിടെ ഡെൻസർ. കാരണം എയിൽ നിന്ന് ബിയിലോട്ട് ലൈറ്റ് പോയപ്പം അതിനൊരു ബെൻഡ് സംഭവിച്ചു, നോർമലിൻ്റെ അടുത്തോട്ട് വന്നു അല്ലേ? യെസ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ബി ആണ് ഡെൻസർ മീഡിയം എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ, നോർമലിൻ്റെ അടുത്തോട്ടാണ് ലൈറ്റ് വരുന്നെങ്കിൽ അത് ഡെൻസർ മീഡിയമാണ്. സോ ബി ഈസ് ഡെൻസർ. ഞാനത് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദി ഗിവൻ ഡയഗ്രാം, മാർക്ക് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ. എന്താണ്? ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്, അത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നു. അതുമാത്രമല്ല ഇതിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതാണ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഏതാണ് എന്ന് മാർക്ക് ചെയ്യും കൂടെ വേണം. അപ്പം നിങ്ങൾ എക്സാമിന് എഴുതുമ്പം എക്സാം ഷീറ്റിൽ ഈ ഫിഗർ അങ്ങനെ തന്നെ വരയ്ക്കുക, എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുക. എങ്ങനെയത് കംപ്ലീറ്റ് ചെയ്യുക?
ലൈറ്റ് പകുതി ദൂരെ വന്നിട്ടുള്ളൂ അല്ലേ? ഇനി ഗ്ലാസ്സിലൂടെ എങ്ങനെയാണ് ലൈറ്റ് കടന്നു പോവുക എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? യെസ്, ഇവിടെ നമ്മുടെ വാട്ടർ എന്താണ്? റെയറർ ആണ്, ഗ്ലാസ് ആണ് ഡെൻസർ. അതറിയാലോ നിങ്ങൾക്ക്? യെസ്, അതറിയാമെങ്കിൽ സാധാരണ നമ്മുടെ റിഫ്രാക്ഷനൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ലൈറ്റ് ഇങ്ങനെ നേരെ പോകേണ്ടതായിരുന്നു അല്ലേ? നമുക്കറിയാം റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ടാണ് ലൈറ്റ് പോകുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്ന ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? യെസ്, നമ്മുടെ നോർമലിൻ്റെ അടുത്തോട്ട് ലൈറ്റ് ടുവേർഡ്സ് ബെൻഡ് ചെയ്യും അല്ലേ? നോർമലിൻ്റെ അടുത്തോട്ട്. സോ നോർമലിൻ്റെ അടുത്തോട്ടായിട്ട് നിങ്ങൾ വരയ്ക്കണം. ഈ നോർമലും നിങ്ങൾ വരയ്ക്കേണ്ട, അതെ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫിഗർ വരേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫിഗറൊക്കെ നമ്മൾ വരച്ചു. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കണേ? നമ്മളോട് ഇനി പറയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും മാർക്ക് ചെയ്യണം. നിങ്ങൾ പറഞ്ഞോ, ഇതിൽ ഏതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? യെസ്, ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പിന്നെ റിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എവിടെയാണ് വരിക? അതെ ഇവിടെയാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരിക. അപ്പം അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനും നമ്മൾ പഠിച്ചു, കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. ലൈറ്റ് പാസസ് ഫ്രം മീഡിയം എക്സ് ടു വൈ. ലൈറ്റ് മീഡിയം എക്സിൽ നിന്ന് വൈ എന്ന് പറയുന്ന മീഡിയത്തിലോട്ട് പോവുകയാണ്. ഇവിടെ എയർ ആണ് മീഡിയം, വാട്ടർ ആണ് മീഡിയം, അങ്ങനെ ഒന്നും അവർ പറയുന്നില്ല. ഇവിടെ വെറുതെ ഒരു എക്സ് എന്ന് പറയുന്ന മീഡിയം ഉണ്ട്, വൈ എന്ന് പറയുന്ന മീഡിയം ഉണ്ട്, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഹിയർ ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ പറയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെക്കാട്ടും കൂടുതലാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അതിൻ്റെ അർത്ഥം എന്താണ്? നോർമലിൻ്റെ അടുത്തോട്ടാണോ വരിക? അല്ല അല്ലേ? യെസ്, നോർമലിൽ നിന്ന് അകന്നാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഈ ഒരു സെൻറ്റൻസ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? നോർമലിൽ നിന്ന് അകന്നാണ് പോകുന്നത്. അപ്പം എങ്ങനെയായിരിക്കും ലൈറ്റ് വന്നിട്ടുണ്ടായിരിക്കുക? റെയറർ ടു ഡെൻസർ ആണോ, ഡെൻസർ ടു റെയറർ ആണോ? അതാദ്യം നിങ്ങൾക്ക് മനസ്സിലായ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. യെസ്, ഇവിടെ നമുക്ക് മനസ്സിലായി നോർമലിൽ നിന്ന് അകന്നാണ് പോകുന്നത്. സോ ഡെൻസർ ടു റെയറർ ആണ് നമ്മുടെ ലൈറ്റ് വരുന്നത്. നേരത്തെ കേസിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, ഡെൻസർ ടു റെയറർ ആണ്. അപ്പം നിങ്ങൾ പറഞ്ഞേ ഡെൻസർ ടു റെയറർ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇൻ വിച്ച് മീഡിയം ഈസ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് മോർ? ഏത് മീഡിയത്തിലായിരിക്കും ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതൽ? ഈ പറഞ്ഞ ഡെൻസർ മീഡിയത്തിലാണോ റെയറർ മീഡിയത്തിലാണോ? റെയറർ മീഡിയത്തിലായിരിക്കും. റെയറർ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെൻസർ മീഡിയം എക്സ് ആണ്, റെയറർ മീഡിയം വൈ ആണ്. അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായതാണ്. എക്സ് ടു വൈ അല്ലേ പോണേ, എക്സിൽ നിന്ന് വൈയിലോട്ടാണ്. സോ എക്സിൽ നിന്ന് വൈയിലോട്ട് എക്സ് ഡെൻസർ ആണ്, വൈ റെയറർ ആണ്. അപ്പോൾ നമ്മുടെ ലൈറ്റിന് സ്പീഡ് കൂടുതൽ കിട്ടുക വൈയിലൂടെ പോകുമ്പോഴാണ്. സോ ഇവിടുത്തെ ആൻസർ വൈ ആണ്. ക്ലിയർ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കാര്യം ഇങ്ങനെ നോക്കുക. സ്പീഡ്, ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ അവിടെ കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും അല്ലേ? അത് നേരെ തിരിച്ചാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതാണെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് നോക്കിയാൽ മതി? സ്പീഡ് ഓഫ് ലൈറ്റ് എവിടെയാണ് കുറവ് എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലായി എക്സിലാണ് ലൈറ്റിൻ്റെ സ്പീഡ് കുറവ്. അപ്പോൾ അവിടെ ആയിരിക്കും ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എക്സ് ആണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മളോട് പറയാണ് അങ്ങനെയാണെങ്കിൽ ഡ്രോ ദി പാത്ത് ഓഫ് ലൈറ്റ്. ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം വെച്ച് നമ്മളോട് വരയ്ക്കാൻ പറയാണ്. വരച്ചൂടെ? സിമ്പിളാണ്. ഇങ്ങനെ വരയ്ക്കുക. യെസ്, ആദ്യം നമ്മളിങ്ങനെ വരച്ചു. ഇൻസിഡൻറ്റ് ലൈറ്റ് വരുന്നുണ്ട്. അത് ഇൻസിഡൻറ്റ് ലൈറ്റ് നോർമലിൽ നിന്ന് അകന്ന് പോവുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. നന്നായി നീക്കി വരയ്ക്കണം. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് മാർക്ക് ചെയ്യണം, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ എക്സ് മീഡിയമാണ്, വൈ മീഡിയമാണ് താഴെ എന്നൊക്കെ എഴുതി സെറ്റാക്കി വെക്കണം. ഇത്രയും ചെയ്താൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം.
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡിഫറെൻറ്റ് മീഡിയംസ് ആർ ഗിവൻ ഇൻ ദി ടേബിൾ. ടേബിളിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പല മീഡിയങ്ങളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് താഴ്ന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യണം. ഓക്കെ, ഒരുപാട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും മീഡിയം നമുക്ക് കാണാം അല്ലേ. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വായിക്കാം. ഇൻ വിച്ച് മീഡിയം ഡസ് എ ലൈറ്റ് ട്രാവൽ വിത്ത് മാക്സിമം സ്പീഡ്? ഏത് മീഡിയത്തിലായിരിക്കും ലൈറ്റ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്? ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റൂലേ ഏതായിരിക്കും? 1.52 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലാണോ, 1.47 ആണോ, 1.33 ആണോ, 1.62 ആണോ? വേഗം പറഞ്ഞേ. അപ്പോൾ നമ്മൾ പഠിച്ചത് ആലോചിക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞാലാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുക. അപ്പോൾ ഇതിലേതാണ് ഏറ്റവും കുറവ് സ്പീഡ്, അല്ലെങ്കിൽ ഏറ്റവും കുറവ് സ്പീഡല്ല, കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതിനാണ്? വാട്ടറിന്. അപ്പോൾ കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ അവിടെ ലൈറ്റിന് നല്ല സ്പീഡായിരിക്കും. സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ വാട്ടറാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. Will a ray of light entering obliquely from glycerin to sunflower oil deviate? Explain the reason. ഓക്കെ, ഇവർ പറയുകയാണേ ലൈറ്റ് ഗ്ലിസറിൻ നിന്ന് സൺഫ്ലവറിലോട്ടാണ് പോകുന്നതെങ്കിൽ, സൺഫ്ലവർ ഓയിലിലോട്ടാണ് പോകുന്നതെങ്കിൽ ആ ലൈറ്റിന് വല്ല ഡീവിയേഷനും വല്ല ചെരിവും വളവൊക്കെ സംഭവിക്കൂ എന്നാണ് ഇവരിവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ് എന്നുകൂടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ടേബിളിൽ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഗ്ലിസറിൻ്റെയും സൺഫ്ലവർ ഓയിലിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ? നോക്കിക്കേ, സെയിം അല്ലേ? യെസ്, അത് സെയിം ആണ്. അപ്പോൾ എന്താണ് പ്രത്യേകത? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല, സ്പീഡ് ഓഫ് ലൈറ്റും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുക? ആദ്യം ഡീവിയേറ്റ് ചെയ്യോ എന്നാണ് അവർ ചോദിച്ചേക്കണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇല്ല, നോ, ബിക്കോസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലിസറിൻ ആൻഡ് സൺഫ്ലവർ ഓയിൽ ആർ സെയിം. അതേപോലെ തന്നെ നമുക്ക് പറയാം സോ ദാറ്റ് ദി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ഓൾസോ സെയിം, സോ ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി സെയിം ഫോർ ബോത്ത് ദ മീഡിയം എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസറും ആയി. ക്ലിയർ ആണല്ലോ? ഇനി അതിൻ്റെ തന്നെ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലൈറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ഗ്ലാസ് ടു ഈച്ച് മീഡിയം. ഇഫ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് at an angle of 30 degree, which medium will have the largest angle of refraction? Why? Okay, നമ്മൾ ലൈറ്റിനെ ഗ്ലാസ്സിലൂടെ കടത്തിവിടാൻ പോവാണ്. എങ്ങോട്ട് കടത്തിവിടാൻ പോവാണ്? നമ്മുടെ ആ ടേബിളില്ലേ, ആ ടേബിളിലുള്ള എല്ലാ മീഡിയത്തിലോട്ടും ഓരോന്നോരോന്നായി നമ്മൾ ഓരോ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മൾ കടത്തിവിടുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, നമ്മൾ ഈ കടത്തിവിടുന്ന ഓരോ മീഡിയം ഇല്ലേ, അതിലേത് മീഡിയത്തിലൂടെ ലൈറ്റ് പോകുമ്പോഴായിരിക്കും റിഫ്രാക്ഷൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഏറ്റവും കൂടുതൽ വരിക, എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കണം, എന്താ നോക്കുക? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നോക്കണം അല്ലേ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നോക്കണം. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവ് ഏതിനായിരുന്നു? വെള്ളത്തിനായിരുന്നു. വെള്ളത്തിനാണ് ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പം അതിനായിരിക്കും ഏറ്റവും കുറവ് എന്തുള്ളത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. സോ ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് ലൈറ്റ് വരുമ്പം എന്താ സംഭവിക്കുക? നോർമലിൽ നിന്ന് അകന്ന് പോകുന്നു നമുക്ക് മനസ്സിലായി. അകന്ന് പോകുന്ന പറയുമ്പോൾ ഏറ്റവും അകന്ന് ഏതായിരിക്കും പോവുക? വാട്ടറല്ലേ പോവുക? യെസ്, വാട്ടറിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നല്ല കുറവാണ്, അഥവാ റെയറർ മീഡിയമാണ്. ഡെൻസർ ടു റെയറർ വരുമ്പം എന്താണ്? ഗ്ലാസ്സിൽ നിന്ന് നമ്മുടെ വാട്ടറിലോട്ട്, വാട്ടറിന് ഡെൻസിറ്റി കുറവാണ്. സോ വരുമ്പം എന്ത് സംഭവിക്കും? യെസ്, നോർമലിൽ നിന്ന് അകന്ന് പോവും, നല്ലോണം അകന്ന് പോവും. ഈ ബോക്സിൽ കാണുന്ന എല്ലാ മീഡിയത്തിനേക്കാളും ഈ വാട്ടറിലായിരിക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുക. ക്ലിയർ അല്ലേ? ഈ ലാർജസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അവരെ? നോർമലിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകന്നു പോകുന്നത് ആരാണ് എന്നാണ് ചോദിക്കുക. ഏത് മീഡിയത്തിൽ വെച്ചാണ്? അതിൻ്റെ ആൻസർ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദി ഫിഗർ.
റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ 2 മീഡിയംസ് ഈസ് ഡെപിക്റ്റഡ്. യെസ്, നമുക്കവരെ 2 മീഡിയത്തിലൂടെ ലൈറ്റ് പോകുന്ന കേസ് ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഫിഗേഴ്സ് കണ്ടില്ലേ? 2 ഫിഗേഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യനും നോക്കാം. വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? ഈ കാണിച്ചിരിക്കുന്ന 2 ഫിഗേഴ്സിൽ ഏതാണ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയം ഉള്ളത്? എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ. നമുക്ക് നോക്കാം. യെസ്, ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണെങ്കിൽ ദേ ഈ എയറിൽ നിന്ന് ഇത് റെയറർ മീഡിയം, ഇത് ഡെൻസർ മീഡിയം ആവും അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ്, റെയറർ ടു ഡെൻസർ പോകുമ്പം എന്ത് സംഭവിക്കുക? നോർമലിൻ്റെ അടുത്തോട്ട് വരും അല്ലേ? യെസ്, ഇവിടെ ഏറ്റവും കൂടുതൽ നോർമലിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത് ഒന്നാമത്തെ ഫിഗറിലാണ്. കണ്ടോ, ഇവിടെ 20 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി. സോ ഏറ്റവും കൂടുതൽ നോർമലിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത് ഒന്നാമത്തെ മീഡിയമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്ത് വയ്ക്കും? മീഡിയം 1 എന്ന് നമ്മളെ ആൻസർ ചെയ്ത് വയ്ക്കും. ക്ലിയർ? യെസ്. എന്താ വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനെന്താ ആൻസർ ചെയ്തുക? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറവ് ഏതിനാണ് എഴുതണം? മീഡിയം 1ലാണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ലെസ് ഇൻ മീഡിയം 1 എന്ന് എഴുതിയാൽ മതി. ക്ലിയർ? ഓക്കെ, ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളത് ഏത് മീഡിയത്തിലാണെന്ന് നോക്കാം. ഏതായിരിക്കും? അത് മീഡിയം 1 അല്ലേ? യെസ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എവിടെയാണ് കൂടുതൽ നോക്കുക? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളതാണ് ഏറ്റവും കൂടുതൽ നോർമലിൻ്റെ അടുത്തോട്ട് വരിക. അവിടെ തന്നെയായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. സോ അതിൻ്റെ ആൻസറും എന്ത് തന്നെയാണ്? മീഡിയം 1 തന്നെയാണ്. ക്ലിയർ ആണല്ലോ? 5ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ്. ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യനിൽ കുറേ ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. 3 ഫിഗേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? യെസ്. അതിനെ അടിസ്ഥാനമാക്കി 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് ഫിഗർ ഇൻഡിക്കേറ്റ്സ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ഏത് ഫിഗേഴ്സിലാണ് നമുക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കാണാൻ പറ്റുക? വേഗം പറഞ്ഞേ, ഏതിലായിരിക്കും? കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? യെസ്, ഫസ്റ്റ് ഫിഗറാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. കണ്ടുവോ? യെസ്, ഫസ്റ്റ് ഫിഗറിലാണെന്ന് കണ്ട തന്നെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒന്നാമത്തെ എ ഫിഗറാണ് ഇതിന് ആൻസർ. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? റിഫ്രാക്ഷൻ കാണുന്നത് ഇതിലേത് ഫിഗറാണ്? പറഞ്ഞേതേ, ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് കണ്ടുവോ? 2 മീഡിയത്തിലോട്ട് പോകുമ്പം ഇതൊരു മീഡിയം, ഇത് വേറെ മീഡിയം. 2 മീഡിയത്തിലോട്ട് പോകുമ്പം ഒരു ചെരിവ് വന്നു. അപ്പോൾ ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്, ഇവിടെയും റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനുള്ള എക്സാമ്പിളാ? റിഫ്രാക്ഷൻ്റെ എക്സാമ്പിളാ. ഇവിടെയും റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ലേ? യെസ്. അപ്പോൾ ഇതും റിഫ്രാക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്ത് വയ്ക്കാം? ഏത് ഫിഗേഴ്സ് ഒക്കെയാണ്? ബി ഫിഗറും അതേപോലെ സി ഫിഗറും എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? റിഫ്രാക്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ തന്നിട്ടുണ്ട് 42 ഡിഗ്രിന്ന്. നമ്മളോട് ചോദിക്കുകയാണ് താഴെ തന്നിരിക്കുന്ന ഏത് ഓപ്ഷനിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ സെലക്ട് ചെയ്താലാണ് അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതൽ വന്നാലാണ് എന്ത് സംഭവിക്കുള്ളൂ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുള്ളൂ. ഓപ്ഷൻസ് നോക്കിയിട്ട് ഏതാ 42നേക്കാളും കൂടുതലുള്ളത്? ആകെ ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ ബി, 49 ഡിഗ്രി. സോ 42നേക്കാളും കൂടുതൽ വന്നാൽ 43 വന്നാലും 44, 45 ഏത് വന്നാലും എന്താണ് അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ 7 ക്വസ്റ്റ്യൻസും ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഓക്കെ, ലൈക്ക് ചെയ്യണം, വീഡിയോ കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫിസിക്സ് ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഇപ്പോൾ ക്ലാസ്സിൽ 2ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ആവണമെങ്കിൽ വേഗം ജോയിൻ ആവുക. ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.